ഒരു പക്ഷേ അത്തരം ചേരുവകളൊക്കെ ഇന്നുമുണ്ട്. അതായത് അന്നത്തതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ മതപ്രീണനം കാരണം നമ്മുടെ നാട് അധപ്പതിച്ചിരിക്കുന്നു. സ്വേച്ഛാധിപത്യം പല രൂപത്തിലും വളർന്നു വന്നുകൊണ്ടിരിക്കുക. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു, രാഷ്ട്രീയത്തെ ബാധിക്കുന്നു. വൻകിട ഭൂ മാഫിയകൾ തഴച്ചു വളരുന്നു. ജനാധിപത്യത്തിനെതിരെ മതാധിപത്യം കൊടിവെച്ചു വാഴുന്നു ഇന്നിവിടെ. സ്വേച്ഛാധിപത്യം എന്ന ഭീഷണി അവിടെ നിൽക്കട്ടെ, മതാധിപത്യം എന്ന ഭീഷണി ഇന്ന് നമുക്ക് നിലവിലുണ്ട്. അതായത് നമ്മുടെ നാട്ടില് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ ഇപ്പൊ കണ്ടില്ലേ ഏതവസ്ഥയിലൂടെയാണ് നമ്മൾ നാട് കടന്നു പോകുന്നത് എന്ന്.